ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഹോം മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയായിരുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ നമ്മൾ ഈ സീസണിലെ ISL ക്യാമ്പയിനിൽ ആദ്യത്തെ വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. 2-1 എന്ന സ്കോർ ലൈനിലാണ് ഈസ്റ്റ് ബംഗാളിനെ ബ്ലാസ്റ്റേഴ്സ് പൊട്ടിച്ചു വിട്ടത്. അവസാന നിമിഷങ്ങളിലെ ഗോളിലാണ് ജയം കിട്ടിയത്. അങ്ങനെ 2 മത്സരങ്ങളിൽ നിന്ന് ആദ്യത്തെ വിജയം ബ്ലാസ്റ്റേഴ്സ് നേടിയിട്ടുണ്ട്. പക്ഷേ ഈസ്റ്റ് ബംഗാളാണെങ്കിൽ 2 മത്സരവും തോറ്റു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി ഈ ടീം ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിൽ കാര്യമായ കുറച്ച് ചേഞ്ചസ് ഒക്കെ നമ്മുടെ കോച്ച് മിക്കായിൽ സ്റ്റാർ വരുത്തിയിട്ടുണ്ട്. ഇത്തവണ ഒരു 4-3-3 ഫോർമേഷനിലാണ് ഇൻ പേപ്പർ ടീമിനെ ഇറക്കിയിരുന്നത്. അതിനകത്ത് പറയേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് ബാക്കിൽ സഹീഫിന് പകരക്കാരനായിട്ട് ഇത്തവണ ഇറക്കിയിരിക്കുന്നത് നവോച്ച സിംഗിനെയാണ്. അതേപോലെ മിഡ്ഫീൽഡിൽ ഇത്തവണ അലക്സാണ്ടർ കോയിഫ്, വിപിൻ മോഹനൻ, അതേപോലെ ഡാനിഷ് ഫറൂഖ്, ഇവർ 3 പേരുമാണ് മിഡ്ഫീൽഡിലാണ് എടുത്തിരുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് അറ്റാക്കിംഗ് സ്ട്രൈക്കറായിട്ടുള്ള സെൻട്രൽ സ്ട്രൈക്കറായിട്ട് കഴിഞ്ഞാണ് ക്വാമി പെപ്രയ്ക്കാണ് ആദ്യം അവസരം കൊടുത്തത്. പിന്നീടാണ് ജീസസ് കടന്നു വന്നത്. ഇത്തവണ സ്റ്റാർട്ടിങ് തന്നെ ജീസസിനെ വെച്ചായിരുന്നു. ഇതാണ് മേജറായിട്ടുള്ള ചേഞ്ചസ്. ഇനി ഈ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ മത്സരത്തിന്റെ അനാലിസിസിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കാണിക്കുന്ന അറ്റാക്കിംഗ് ടെമ്പോ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന് മത്സരത്തിന് തുടക്കം കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സ് ആദ്യത്തെ ഒരു 15 മിനിറ്റ് നല്ലൊരു അറ്റാക്കിംഗ് ടെമ്പോ കീപ്പ് ചെയ്തിരുന്നു. ഈ ഒരു നിമിഷങ്ങളിലാണ് ജീസസ് ജിമിനസിന്റെ ഒരു ഷോട്ട് സൈഡ് ബാലിൽ തട്ടി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. സോ ആ ഒരു 15 മിനിറ്റിന് ശേഷം പക്ഷേ ഈസ്റ്റ് ബംഗാൾ പ്ലേയേഴ്സ് കുറച്ചും കൂടി പൊസിഷൻ വീണ്ടെടുക്കാൻ തുടങ്ങി, കീപ്പ് ചെയ്ത് കളിക്കാൻ തുടങ്ങി പൊസിഷൻ. സോ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിന് ഇൻവോൾവ്മെന്റ് നിമിഷങ്ങൾ കഴിയുന്നതും കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എടുത്തു പറയേണ്ടതാണ്, 2 ടീമുകളും ചാൻസസ് ഉണ്ടാക്കി ഫസ്റ്റ് ഹാഫിൽ എന്നുള്ളൊരു കാര്യം. അതിലെടുത്തു പറഞ്ഞ രാഹുൽ KPക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ. സന്ദീപ് സിംഗ് വെച്ച് കൊടുക്കുന്നൊരു ക്രോസ് ആണ്, ലോഫ്റ്റഡ് ക്രോസ്. പക്ഷേ രാഹുൽ ഹെഡ് പ്ലേസ് ചെയ്ത് ഫ്രീ ആയിട്ട് നിൽക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹെഡ് പക്ഷേ കറക്റ്റായി കോണ്ടാക്ട് ആവുന്നില്ല, ഹെഡർ കറക്റ്റായി കോണ്ടാക്ട് ആവുന്നില്ല. സോ ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടം വരുത്തുന്നുണ്ട്. അതേപോലെ ഈസ്റ്റ് ബംഗാൾ പ്ലേയേഴ്സിനും അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഹാഫിൽ 2 ടീമിനും സ്കോർ വേറൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഈ മത്സരത്തിൽ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഇവാൻ വുക്കമനോവിച്ചിന്റെ കാലത്തുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ ഷോർട്ട് പാസുകൾ കളിച്ച് പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു പ്ലേയേഴ്സിന്. പക്ഷേ മിക്കായിൽ സ്റ്റാരയുടെ കീഴിൽ ആ ഒരു ടെൻഡൻസി പ്ലേയേഴ്സ് ട്രൈ പോലും ചെയ്തു നോക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് പാസുകൾ കളിച്ച് അറ്റാക്കിംഗ് തേർഡിലേക്ക് എത്തുക എന്നൊരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ടീം ഫോളോ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി അറ്റാക്കിംഗ് കുറച്ചും കൂടി റഷ് ആവുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. സോ അത് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ 59ാമത്തെ മിനിറ്റിലാണ് ഈസ്റ്റ് ബംഗാൾ അവരുടെ ഫസ്റ്റ് ഗോൾ, അതായത് മാച്ചിലെ ഫസ്റ്റ് ഗോൾ നേടുന്നത്. നമ്മുടെ റൈറ്റ് ബാക്കായ സന്ദീപ് സിംഗിന്റെ ഒരു മിസ്റ്റേക്കിൽ നിന്നും പന്ത് കിട്ടി ദിമി, നമ്മുടെ സ്ട്രൈക്കറായിരുന്ന ദിമി ലെഫ്റ്റ് വിങ്ങിൽ കൂടെ ചാർജ് ചെയ്യുന്നുണ്ട് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി. ബോക്സിലെത്തുമ്പോൾ അതേ ഒരു ക്രോസ് വെച്ച് മലയാളി പ്ലെയറായ വിഷ്ണു അവിടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓപ്പൺ നെറ്റിലേക്ക് സ്ട്രൈക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗോളോടുകൂടി നമ്മുടെ പ്ലേയേഴ്സ് കുറച്ചും കൂടി ബൂസ്റ്റഡ് ആയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം തൊട്ടടുത്ത നിമിഷങ്ങളിൽ 63ാമത്തെ മിനിറ്റിൽ തന്നെ നമ്മുടെ നോഹ സദോയി തിരിച്ച് സ്കോർ ചെയ്യുന്നുണ്ട്. നോഹ സദോയി FC ഗോവയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നുള്ള റൂമേഴ്സ് വന്നു തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ലെഫ്റ്റ് വിങ്ങിൽ സോളോ റൺ നടത്തി അറ്റാക്ക് നടത്തുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ആ ഒരു എക്സ്പെക്ടേഷൻ 100% ശരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഗോളായിരുന്നു അത്. കാരണം ലെഫ്റ്റ് വിങ്ങിൽ ബോക്സിനുള്ളിലേക്ക് ഡിഫൻഡറുമായി 1-on-1 ഒക്കെ വരുന്നു. ആദ്യം ഇൻസൈഡ് കട്ട് ചെയ്യുന്നു, അതിനുശേഷം പിന്നെയും ഔട്ട് സൈഡ് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു ഗ്രൗണ്ടഡ് ഷോട്ട്, അതും ഗില്ലിൻ്റെ ഈസ്റ്റ് ബംഗാൾ ഗോൾ കീപ്പറായിരുന്ന ഗില്ലിൻ്റെ 2 കാലുകളുടെ ഇടയിലൂടെ പോസ്റ്റിലേക്ക് കയറുന്ന ഒരു കാഴ്ച. വളരെ നല്ലൊരു എന്താ പറയുക ലെഫ്റ്റ് വിങ് അറ്റാക്കിംഗ് എക്സാമ്പിൾ തന്നെയായിരുന്നു അത്. സോ അതിനുശേഷം നമ്മുടെ പ്ലേയേഴ്സ് അത്യാവശ്യം നല്ല സ്പിരിറ്റഡ് ആയിട്ട് തന്നെ കളിച്ചിരുന്നു. 88ാമത്തെ മിനിറ്റിലാണ് നമ്മുടെ വിന്നിങ് ഗോള് വരുന്നത്. 88ാമത്തെ മിനിറ്റിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഡിഫൻസീവ് ലൈൻ വരുത്തിയ ഒരു മിസ് പാസിൽ നിന്നും ബോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് റിക്കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മുഹമ്മദ് ഐമൻ ആ പന്ത് ക്വാമി പെപ്രയ്ക്ക്, 2 പേരും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നവരാണ്, ക്വാമി പെപ്രയ്ക്ക് എത്തിക്കുന്നുണ്ട്. ക്വാമി പെപ്ര ബോക്സിൻ്റെ റൈറ്റ് കോർണർ സെക്ഷനിൽ ആ പന്ത് റിസീവ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു അധികം അവർ എക്സ്പെക്ട് ചെയ്തില്ല എന്ന് വരുന്നു അദ്ദേഹം ആ ഷോട്ട് ആ സമയത്ത് എടുക്കുമെന്നുള്ളത്. ലെഫ്റ്റ് ഫുട്ടർ കൊണ്ട് ഒരു ഗ്രൗണ്ടഡ് ഷോട്ട് പായിക്കുകയാണ്. ഗോൾ കീപ്പറായിരുന്ന ഗില്ല് ആ സൈഡിലേക്ക് എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കാത്തതുകൊണ്ടാവണം അദ്ദേഹം ഒരു ഡൈവ് പോലും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല.
എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. അധികം ആരും ആ ഒരു ഷോട്ട് എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എനിവേ അത് വളരെ നല്ലൊരു ഷോട്ട് തന്നെ അദ്ദേഹം വഹിച്ചു. അങ്ങനെ 88ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് വിന്നിങ് ഗോള് കണ്ടെത്തുകയാണ്. സ്റ്റേഡിയം മൊത്തം ആർത്തുലമ്പുന്ന ശബ്ദം തന്നെയാണ്. ഞാൻ ഇതാണ് സ്ട്രീമിങ്ങാണ് കണ്ടത്. എന്നാൽ സ്റ്റിൽ നല്ല എൻജോയ് ചെയ്തിരുന്നു ആ ഒരു മൊമെന്റ്. ലാസ്റ്റ് നിമിഷത്തിൽ ഒരു വിജയം എന്ന് പറയുമ്പോൾ എല്ലാ ഫാൻസിനും ഡബിൾ ഇമ്പാക്റ്റ് ആണ്. സോ അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യത്തെ വിജയം നേടിയെടുത്തു. ഈ മത്സരം കണ്ടതിൽ നിന്ന് കുറച്ച് കൺസേൺസ് ആയിട്ട് തോന്നിയുള്ള കാര്യം എന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് കുറച്ചും കൂടി പ്ലേയേഴ്സ് കൂട്ടേണ്ടതുണ്ട്. കാരണം ബോൾ റിക്കവറി എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഒപ്പോണന്റ് ടീമിന് അവരുടെ അറ്റാക്കിംഗ് ഫ്ലൂയിഡിറ്റി, അവരുടെ അറ്റാക്കിംഗ് ഫ്ലോയ്ക്ക് ഒരു രീതിയിലും തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓഫ് ദ ബോൾ വർക്ക് അല്ലെങ്കിൽ റിക്കവറി റേറ്റ് അല്ലെങ്കിൽ റിക്കവറി ഫ്രീക്വൻസി കൂട്ടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. സോ ഓഫ് ദ ബോൾ വർക്ക് അല്ലെങ്കിൽ റിക്കവറി വർക്ക് പ്ലേയേഴ്സ് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ പറയേണ്ടത് സ്ലോപ്പി പാസസ്. കുറേയും സ്ലോപ്പി പാസസ് അല്ലെങ്കിൽ മിസ് പാസസ് എല്ലാം നടത്തുന്നത് ഇന്നത്തെ മത്സരത്തിലും കണ്ടായിരുന്നു. ഈ ഒരു ടീം സീസണിൻ്റെ അവസാനം എവിടെയെങ്കിലും എത്തണമെങ്കിൽ ഈ ഒരു സ്ലോപ്പി പാസസിൻ്റെ എല്ലാം എണ്ണം വളരെയധികം കുറച്ചേ തീരത്തുള്ളൂ. സോ സീസൺ തുടങ്ങിയിട്ടുള്ളൂ, 2 മത്സരമായിട്ടുള്ളൂ. സോ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ സമയമുണ്ട്. സോ ടീം അത് അങ്ങനത്തെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം വരുത്തി മുന്നേറട്ടെ. പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ക്യാപ്റ്റനായ എഡ്രിയൻ ലൂണ ഈ മത്സരവും കളിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇൽനെസ് മാറി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ടീമിലേക്ക് എത്തുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ എല്ലാ ആസ്പെക്ട്സിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇരിക്കുന്ന എല്ലാ ഫാൻസും. സോ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഫസ്റ്റ് വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ മറ്റ് മലയാളി ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.